ഒരു പാട്ട് പാടാതിരുന്നത് എത്രത്തോളം നന്നായി എന്ന് ഇപ്പൊ ആലോചിക്കുമ്പോൾ ആ പാട്ടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുക. ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന ചിത്രത്തിലെ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്ന് പറഞ്ഞത്. അപ്പോൾ പത്മനാഭൻ സാറുമായിട്ട് നേരത്തെ അറിയാം. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി എൻ്റെ അമ്മയുടെ ഒരു കസിനും കൂടിയാണ്. അപ്പോൾ അമ്മ എപ്പോഴും രാധമ്മായിയോട്, പത്മനാഭൻ സാറിന്റെ വൈഫിനോട് എപ്പോഴും പറയും, കുട്ടനൊരു പാട്ട് കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് എപ്പോഴും പറയും. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് അമ്മ പറയും, രാധ എത്ര പ്രാവശ്യമായി പറയുന്നു, എന്നിട്ടും പാട്ട് കൊടുക്കുന്നില്ലല്ലോ എന്ന് പറയും. അപ്പൊ അങ്ങനെ പത്മനാഭൻ സാറ് അവസാനം സഹികെട്ടിട്ടാണ്, ശരി എന്നാ കുട്ടനെ ഒന്ന് പാടിപ്പിക്കാം, എന്നെ വീട്ടിൽ വിളിക്കുന്ന കുട്ടൻ. അങ്ങനെ ഇരിക്കെ ചെന്നൈയിൽ ഒരു റെക്കോർഡിങ്ങിൽ പാടാനായിട്ട്, ട്രാക്ക് പാടാനായിട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ പോയപ്പോഴാണ് ജോൺ സേട്ടനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ കൈതപ്പുറം സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. എന്നെ ഒരു റൂമിലേക്ക് വിളിച്ചോണ്ട് പോകാം. ആ റൂമിൽ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഭരതൻ സാറും പത്മനാഭൻ സാറും ഉണ്ട്. അതിൻ്റെ കൂടെ കൈതപ്പുറം സാറും ജോൺ സേട്ടനും ഉണ്ട്. ആ 4 പേരുടെ കൂടെ ആ റൂമിൽ ഞാൻ മാത്രമാണ്. അപ്പൊ ജോൺ സേട്ടൻ ഇങ്ങനെ ഹാർമോണിയത്തിൽ കൈവച്ചിട്ട് ഇന്ന് നമ്മളിപ്പോ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹമ്മിങ് ഉണ്ടല്ലോ, അത് പാടുകയാണ്. അപ്പോൾ ഭരതൻ സാർ അത് വളരെയധികം രസിക്കുന്നുണ്ട്. പത്മനാഭൻ സാറും വളരെ ഇൻസ്പയർഡ് ആയിട്ട്, അദ്ദേഹത്തിന്റെ സിനിമയാണല്ലോ വരാൻ പോകുന്നത്, അതിന് വരുന്ന ഏറ്റവും മികച്ച ഒരു പാട്ടാണെന്നുള്ള രീതിയിൽ അഭിമാനപൂർവ്വം ഒരു സിനിമ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോ ജോൺ സേട്ടൻ എന്നോട് പറഞ്ഞു, കേട്ടുപിടിച്ചോളൂ. അപ്പൊ അങ്ങനെയാണ് ഈ ദേവാങ്കണങ്ങൾ ആദ്യം കേൾക്കുന്നത്. അപ്പോ പത്മനാഭൻ സാർ എൻ്റെ അമ്മയോട് പറഞ്ഞു, അവൻ ദേവാങ്കണങ്ങൾ എന്നുള്ള പാട്ടിന്റെ ട്രാക്ക് പാടട്ടെ, അത് പാടി നന്നാവുകയാണെങ്കിൽ ഇതിൽ വേറൊരു പാട്ടുണ്ട്, ദേവി ആത്മരാഗം എന്ന് പറഞ്ഞാണ്, അല്ലേ കേട്ട്, ദേവി, ആ പാട്ട്. അപ്പോ അങ്ങനെ ഞാനിത് പാട്ടൊക്കെ പഠിച്ച് ഇത് പാടാനായിട്ട് റെഡി ആയിരിക്കുന്ന ഒരു സമയത്ത് ജോൺ ചേട്ടനെ അസിസ്റ്റ് ചെയ്യുന്നത് സംഗീത സംവിധായകൻ രാജാമണി ചേട്ടനാണ്. ഇപ്പൊ രാജാമണി ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ നമുക്ക് സമയമുണ്ട്, റെക്കോർഡിങ് ക്യാൻസൽ ചെയ്തു. അപ്പോ അതെന്താ വെച്ചാൽ ജോൺ സേട്ടന്റെ ഫാദറിലോ അന്ന് മരിച്ചുപോയി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ റെക്കോർഡിങ് ക്യാൻസൽ ചെയ്തു. അങ്ങനെ വേറൊരു ദിവസത്തേക്ക് വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെന്നൈയിൽ നിന്ന് ഞാൻ തിരിച്ചു പോകും. ഇതൊന്നും നടന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ഈ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നത് കൊണ്ട് പരീക്ഷ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ആണ് പിന്നെ വിളിച്ചത്. അപ്പൊ അതുകൊണ്ട് അത് പാടാൻ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, നമുക്ക് മലയാളത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അനശ്വരതയുള്ള ഒരു പാട്ട് ഗാനഗന്ധർവന്റെ ആ ദേവദുന്ദുബി സാന്ദ്രലയത്തിൽ നമുക്ക് കിട്ടി എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഞാൻ പാടാത്തത് എന്തുകൊണ്ട് നന്നായില്ലേ എന്നുള്ളത്. അപ്പൊ ഞാൻ പാടാതിരുന്നത് എനിക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ പറ്റി ഞാൻ ആലോചിക്കുമ്പോൾ അതാണ്, അത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. പക്ഷെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു വലിയ സംഗീത സംവിധായകനും പെരുമഴക്കാലം പോലെയുള്ള പാട്ടുപാടി ഗായകനുള്ള സ്റ്റേറ്റ് അവാർഡും അങ്ങ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ഇന്ന് അതുപോലെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെ MT വിട്ടുപോയിട്ട് ആഴ്ചകളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് കഴിഞ്ഞ കൊല്ലാണ് 2024 MTയുടെ മനോരഥങ്ങൾ എന്നുള്ള കഥകളുടെ ഒരു ആന്തോളജി സിനിമയായിട്ട് വരുന്നത്. അതിൻ്റെ ടൈറ്റിൽ സോങ് MG ആണ് ചെയ്തിട്ടുള്ളത്. താനീ കുന്നിന് മേലെ എന്നുള്ള ഒരു ഗൃഹാതുരത്വം നിറഞ്ഞ ഒരു MTയുടെ കഥകൾ പോലെ തന്നെ ഗൃഹാതുരത്വം നിറഞ്ഞ ഒരു പാട്ട് റഫീഖ് എഴുതി, അത് M ജയചന്ദ്രൻ സംഗീത സംവിധാനം ചെയ്യുന്നു. ആ ഒരു MTയുടെ കഥകളിലുള്ളത് ഒന്നൊരു കാത്തിരിപ്പ്, ഒരു കാത്തിരിപ്പിലൂടെ ഒരു കാലത്തെ മുന്നോട്ടും അതുപോലെ ഗൃഹാതുരത്വത്തിലൂടെ പിന്നോട്ടും നയിക്കുന്ന കഥകളാണ് MTയുടെ. അങ്ങനെ ആ കാത്തിരിപ്പിന്റെ ഒരുപാട് പാട്ടുകൾ MG ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ ദേശീയ അവാർഡ് കിട്ടിയ കാത്തിരുന്ന് എന്ന് നിന്റെ മൊയ്തീലത്തെ പാട്ടാണ്. ആ പാട്ട് അതിൻ്റെ എന്താ പറയുക, ഒരു രചന, സംഗീത സംവിധാനം, ആലാപനം, അതുപോലെ ചിത്രീകരണം, ഈ എല്ലാ ഘടകങ്ങളിലും ഏറ്റവും മികച്ചതായിട്ടുള്ള, മലയാളത്തിലെ ഏറ്റവും മികച്ച പാട്ടാണ്. അതിൽ ആ മുന്നിൽ പിന്നിൽ എന്നൊക്കെ വരുമ്പോൾ ആ ചിത്രീകരണം ഭയങ്കര രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ആ സംവിധായകൻ. അപ്പൊ ഇങ്ങനെ ഒരു പാട്ട്, ആ പാട്ടിന്റെ ഓർമ്മകൾ ഇതിൽ പങ്കുവെച്ചിരിക്കുന്നത് അച്ഛൻ്റെ ഓർമ്മകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പുസ്തകത്തിൽ ഞാൻ കണ്ടത്. അപ്പൊ ആ ഒരു അച്ഛൻ്റെ വേറെയും പാട്ടുകളുണ്ട്. ഇന്നലെ എൻ്റെ നെഞ്ചില്
അപ്പം അത്തരം അച്ഛനും പാട്ടുകളുമായിട്ടുള്ള ഒരു ബന്ധം. ഈ കാത്തിരുന്നു കാത്തിരുന്നു എന്ന് പറഞ്ഞ ആ പാട്ട് കമ്പോസ് ചെയ്യുന്ന ഒരു സമയത്താണ്, അല്ലെങ്കിൽ അത് കമ്പോസ് ചെയ്യാൻ ഇരുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് എൻ്റെ അച്ഛൻ വിട്ടുപോകുന്നത്. അപ്പം ഞാൻ എറണാകുളത്ത് എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്താണ് എൻ്റെ ഭാര്യ പ്രിയ പറയുന്നത് അച്ഛൻ പോയി. അപ്പോൾ തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് വല്ലാത്ത സങ്കടമുണ്ടായിരുന്ന ദിവസങ്ങളിൽ ഈ മൊയ്തീൻ്റെ ഡയറക്ടർ വിമൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ പാട്ട് ചെയ്യേണ്ട സമയമായി. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്കൊരു പാട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ക്രിയേറ്റീവ് എലിമെൻറ്റ്സ് എൻ്റെ ഇല്ല, ഞാൻ പൂജ്യമായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ വിമൽ പറഞ്ഞു, കുഴപ്പമില്ല, എന്നാലും ചേട്ടാ ഒരു 2-3 ദിവസത്തിനകം നമുക്ക് ആ ഒരു സിറ്റുവേഷൻ്റെ മൊയ്തീനും കാഞ്ചനമാലയും തമ്മിൽ കാണാതെ ഒരു 10 വർഷം അതൊരു 4.5 മിനിറ്റിലെ ഒരു പാട്ടായിട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ അത് ഈ കഥയെ ഉൾക്കൊള്ളണം, ഈ കഥാസാരത്തെ ഉൾക്കൊള്ളണം, അതായിരിക്കണം ഈ സിനിമ, ഈ പാട്ടിൽ ഈ സിനിമയുടെ സോൾ വേണം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിമലിനോട് പറഞ്ഞു, എനിക്കത് സാധിക്കുമോ എന്ന് അറിഞ്ഞുള്ളൂ. ഇപ്പൊ ഒന്നുമില്ല, എൻ്റെ മനസ്സ് ഒന്നുമേ ഇല്ല, ബ്ലാങ്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ഒരു കാത്തിരിപ്പാണല്ലോ എന്ന്. അപ്പോൾ എൻ്റെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു കുട്ടിക്കാലത്ത് തൊട്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടുകൊണ്ടിരുന്നത് അച്ഛൻ പറയുന്ന നോകൾ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ എസ് പറയുന്നത് വളരെ വിരളമാണ്. അപ്പം അച്ഛൻ, ഞാനന്ന് വെളിയിൽ കൂട്ടുകാരുടെ കൂടെ നോ അച്ഛാ, എനിക്ക് വയ്യ, ഇന്ന് ഞാൻ സ്കൂളിൽ പോകണം, യു ഷുഡ് ഗോ, ഇങ്ങനെ പറയും. അപ്പോൾ ഏതൊരു കാര്യത്തിലാണെങ്കിലും, നല്ല നല്ല കാര്യങ്ങളിലാണെങ്കിൽ പോലും അച്ഛൻ ചിലപ്പോൾ നോ പറയും. വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു ചിന്തയിൽ ഉള്ള ആളാണ് അച്ഛൻ. അതേസമയം സ്നേഹം ഒരു കടൽ പോലെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ആളുമാണ് അച്ഛൻ. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് അച്ഛൻ്റെ അടുത്തൊന്നിരിക്കണം. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അച്ഛൻ്റെ മടിയിലിരിക്കണം എന്ന് ആഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കണം, അച്ഛനെ ഒന്ന് ഒരു ഉമ്മ കൊടുക്കണം അച്ഛനെ എന്ന് ഓർത്തിട്ടുണ്ട്, പക്ഷെ സാധിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ 44-ാം വയസ്സിലാണ് അച്ഛൻ പോകുന്നത്. അപ്പോൾ ഈ 44 വയസ്സിൽ അച്ഛൻ പോകുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ സ്വപ്നമാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. അച്ഛനെ ഒരു ഉമ്മ കൊടുക്കുക, അല്ലെങ്കിൽ അച്ഛനിൽ നിന്നൊരു ഉമ്മ കിട്ടുക എന്നൊക്കെ പറയുന്ന ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായില്ലല്ലോ. അപ്പൊ അതൊരു കാത്തിരിപ്പാണല്ലോ എന്ന് എൻ്റെ മനസ്സിൽ വന്നു. അപ്പൊ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന വെളിയിൽ, അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, മൊയ്തീനും കാഞ്ചനമാലയും ഇതുപോലെ സ്നേഹത്തിന്റെ ഒരു കാത്തിരിപ്പാണല്ലോ. എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഒരു ഉമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലൂടെ ഞാൻ പോകുമ്പോൾ, അവിടെ മൊയ്തീനും കാഞ്ചനമാലയും ഒരു പ്രണയത്തിന്റെ കാത്തിരിപ്പിലൂടെയാണല്ലോ. കാത്തിരിപ്പ് ഏതാണെങ്കിലും അത് സ്നേഹത്തിൻ്റെതാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ വേണ്ടതെന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതാണ് കാത്തിരുന്ന് കാത്തിരുന്ന് തരറാരി തരറാരി. അങ്ങനെ ഞാൻ പാടിയത്, പിന്നെ ട്യൂണായിട്ട് പാടി. പക്ഷെ ആദ്യം കാത്തിരുന്ന് കാത്തിരുന്നു എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു, ഇത് നമുക്ക് ആ സിനിമയ്ക്ക് പറ്റിയതാണ്. ആ സിനിമയുടെ നാഡീ ഞരമ്പിലൂടെ ഓടുന്ന ആ പ്രണയത്തിന്റെ എന്തൊക്കെയോ ധ്വനികൾ ഈ ഈണത്തിലുണ്ട്, അല്ലെങ്കിൽ ആ വരികളിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ വിമൽ കേട്ട ഉടനെ വിമൽ പറഞ്ഞു, ചേട്ടാ ഇത് നന്നായി, ഇത് മതി. ഫോണിൽ കൂടെയാണ് ട്യൂൺ കേൾപ്പിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് റഫീഖ് അഹമ്മദ് വന്നു പാട്ട് എഴുതാനായിട്ട്. അപ്പൊ ഞാൻ റഫീഖിനോട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം മാത്രം സജഷൻ അല്ല, ഒരു നിർബന്ധമുണ്ട്, അതായത് കാത്തിരുന്നു കാത്തിരുന്നു എന്ന് തന്നെ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെയാണ് റഫീഖിന് അതിനെ പ്രത്യേകിച്ച് ഇപ്പോഴും അതിന് നന്ദി പറയുന്നു, അത് സമ്മതിച്ചു തന്നെ. അപ്പോൾ അങ്ങനെയാണ് കാത്തിരുന്ന് കാത്തിരുന്ന് എന്നുള്ള പാട്ടുണ്ടാകുന്നത്. പിന്നെ അത് ക്രിയേറ്റ് ചെയ്യുന്നതിലുള്ള വേറൊരു രസകരമായ ഒരു സംഭവം കൂടി ഞാൻ പറയാം. അത് നമ്മളിപ്പോ ഒരു പ്രണയത്തിന്റെ കാത്തിരിപ്പ് 2 വർഷത്തേക്കാണെന്ന് എഴുതും. അപ്പോൾ ഞാനൊരു ഈണം ഉണ്ടാക്കുമ്പോൾ അതിന്റെ പല്ലവിയുടെ നീളം എത്ര വേണമെന്നല്ല. ഇപ്പോ കാത്തിരുന്ന് കാത്തിരുന്ന് തരറാരി, ഇത്ര മതി. ഇത്രയാകുമ്പോഴത്തേക്ക് ആ 2 വർഷത്തെ കാത്തിരിപ്പ് അതിൽ എൻകാപ്സുലേറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഇനി ഇതൊരു 5 വർഷം ആക്കാന്ന് വെച്ചു. ഞാനൊരു ഫിസിക്കൽ മോഡൽ പോലെ പറയാണ്, താരി രാരി രാരി രാരി
തരരരാരി തരരരാരി താരരീരിരാരരാരാ എന്ന് പാടിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു 5 വർഷത്തെ കാത്തിരിപ്പാണെന്ന് പറയാം. പക്ഷേ കാത്തിരിപ്പ് എപ്പോഴും എങ്ങനെയാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പ്രണയത്തിന്റെ ഇപ്പൊ തീരുന്നു വിചാരിക്കും, പക്ഷെ തീരുന്നില്ല, പിന്നെയും മുന്നോട്ട് പോകും, പിന്നെയും തീരുമെന്ന് വിചാരിക്കും, അവിടെയും മുന്നോട്ട് പോകുന്നു. ഒരിക്കലും തീരാത്തതാണ് ഈ കാത്തിരിപ്പ്. അതിന്റെ വേദന സഹിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഒരു ആദ്യത്തെ ഫ്രേസിൽ ഇത്രയും നീളം വരുന്നത്. താരി രാരി 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 തരരരാരി രരരരാരി. തീരുന്നില്ല. താരരീരരാരിരാ. തീർന്നില്ല. പിന്നെ സങ്കടമാണ്. താരി താരിരാരിരേ. പിന്നെ തരരരാരരാരി. അതില് എൻഡില് ഒരു സസ്റ്റെയിൻ ആണ്. തരരരാരിരാരി എന്ന് ഞാൻ നിർത്തിയിട്ടില്ല. അതെന്താ? കാരണം കാത്തിരിപ്പ് ഒരിക്കലും തീരുന്നില്ല, അത് അനന്തമാണ്. തരരരാരിരാരി. പിന്നെ ഓർത്തിരുന്ന ഇങ്ങനെ തീരാത്ത ഒരു വേദന, ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ആണ്. അതിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കടന്നു. അങ്ങനെയുള്ള 2 ആൾക്കാരുടെ കഥയ്ക്ക്, അതിലെ കവിതയ്ക്ക്, അതിലെ സംഗീതത്തിന് തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു എലിമെന്റ്. അപ്പോൾ അതിന് നാഷണൽ അവാർഡ് ദില്ലിയിൽ ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് വാങ്ങാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ തരുന്ന ഉമ്മയാണ് എനിക്ക് ഈ ഓഫർ. അപ്പോൾ ആ ഒരു പാട്ടിലൂടെ ഒരു ലിറിസിസ്റ്റും കൂടിയായി മാറിയത് ആദ്യത്തെ വാക്കുകൾ. പല പല പാട്ടുകൾക്ക് ഇങ്ങനെ ഡമ്മി ഉണ്ടാവും. ഇപ്പോൾ അത് ആദ്യം ട്യൂൺ ഉണ്ടാവുമ്പോൾ തന്നെ അങ്ങനെ വരും. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ ലോഹിദാസ് സാറിൻ്റെ അടുത്ത് പാടി, കോലക്കുടൽ വിളി കേട്ടോ രാധേ എൻ രാധേ, ഇങ്ങനെയാണ് ട്യൂൺ പാടിയത്. ഈ കോലക്കുഴൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാ അപ്പോൾ ഞാനത് ചെയ്യുന്ന സമയത്ത്. പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. അപ്പൊ ഇത് വരുന്നത് എന്നിൽ നിന്നല്ല എന്നാണ് ഞാൻ മനസ്സിലായത്. അത് എവിടെ നിന്നോ വരുന്നത്, അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പൊ ഞാൻ ഗിരീഷ് ഏട്ടനോട് ചോദിച്ചു, ഈ കോലക്കുഴൽ എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റേ പുല്ലാങ്കുഴലുമായിട്ടുള്ള വ്യത്യാസം? അപ്പൊ ഗിരീഷ് ഏട്ടൻ പറഞ്ഞു, അത് കോലമുള കൊണ്ടാണ്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹം ഈ കാലികളെ മേയ്ക്കുന്ന സമയത്ത് ഒരു നീളമുള്ള വടി പോലെയാണ് ഈ പുല്ലാങ്കുഴൽ അദ്ദേഹത്തിൻ്റെ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് കോലമുള കൊണ്ടുണ്ടാക്കിയ ആ കുഴലായതുകൊണ്ടാണ് അതിന് കോലക്കുഴൽ എന്ന് പറയുന്നത്. അത് കൃഷ്ണനുമായി ബന്ധപ്പെട്ടാണ്, രാധാകൃഷ്ണ സങ്കല്പത്തിൽ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇതെങ്ങനെ വന്നെന്ന് എനിക്ക് അറിഞ്ഞോളാം. അതുപോലെ മണിക്കുയിലേ മണിക്കുയിലേ, അതിങ്ങനെ മണിക്കുയിലേ എന്ന് തന്നെയാണ് പാടിയത്. അത് എന്തുകൊണ്ട് പാടി എന്ന് എനിക്ക് അറിഞ്ഞില്ല. അതുപോലെ കല്ലായി കടവത്തേ എന്ന് ട്യൂണിൽ പാടിയതാണ്. കല്ലായിയുടെ കടവത്താണ് ഈ കഥ നടക്കുന്നത്, അവിടെ റസിയ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചില ഈണങ്ങളിൽ ഇങ്ങനെ ഡമ്മി ലിറിക്ക്, അത് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ എഴുതാൻ വരുന്ന ഇപ്പൊ കൈതപ്രഭു സാറിൻ്റെ അടുത്ത് പറയുമ്പോൾ സാറ് പറഞ്ഞു കല്ലായി കടവത്തെ അങ്ങനെ തന്നെ വേണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ അങ്ങനെയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ അവര് കൂടിയാണ് നമുക്ക് ആ പാട്ട് ആ രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെ വരുന്നു, എന്തുകൊണ്ട് വരുന്നു, ഏത് രീതിയിൽ വരുന്നു, ഇനിയും അങ്ങനെ വരുമോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ വന്നു എന്നുള്ളത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഏറ്റവും അധികം പാട്ട് ചെയ്തിട്ടുള്ളത് MGR തോന്നുന്നു. ഏറ്റവും അധികം നിങ്ങളുടെ കൂട്ടുകെട്ടിലാണ് മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഗിരീഷ് പുത്തഞ്ചേരിയായിട്ടുള്ള ബന്ധപ്പെട്ട ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു റൂമിൽ ആദ്യം ലിറിക്സ് ആണോ വന്നത്, സംഗീതമാണോ വന്നത് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം ഒരു ഹാർമോണിയസ് ഒരു ബ്ലെൻഡിലൂടെയാണ് ഓരോ പാട്ടും. പിന്നെ ആ പാട്ടൊക്കെ വരുന്ന ഒരു മൊമെന്റ് ഒക്കെ ഇതിൽ വിവരിച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു അധ്യായത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ കൂടെയുള്ള ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഗിരീഷ് കുട്ടഞ്ചേരി എന്ന് പറയുന്നുണ്ട്. കാരണം കുറെ ലിറിക്സ് MJയുടെ സംഭാവന ആയതുകൊണ്ട്. അപ്പൊ ആ ഒരു ഗിരീഷുമായിട്ടുള്ള ഒരു അനുഭവം, ആ പാട്ട് വിദ്യാസാഗറിന് വേണ്ടി ചെയ്ത പാട്ട് പട്ടാളം, ആ ഒരു സംഭവം കൂടി ഒന്നിവിടെ വിവരിച്ചാൽ രസകരമായിരിക്കും.
ഗിരീഷേട്ടൻ തിരുവനന്തപുരത്ത് വന്നതാണ്. അപ്പോൾ നമ്മളൊരു പുതിയൊരു ഒരു സിനിമയുടെ കമ്പോസിംഗ് ആണ്, നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ ഒരു ചിത്രം തന്നെയാണ്. അപ്പോൾ വിജി തമ്പിച്ചേട്ടനാണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ തമ്പിച്ചേട്ടൻ്റെ തന്നെ ഇതിനു മുമ്പേ ഒരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു. അത് വിദ്യാസാഗർ ജിയാണ് മ്യൂസിക് ചെയ്യുന്നത്, അത് ഗിരീഷേട്ടനാണ് എഴുതുന്നത്. അപ്പോൾ അതിന്റെ കമ്പോസിങ് കഴിഞ്ഞെങ്കിലും ആ പ്രോജക്റ്റ് നടന്നില്ല. അപ്പൊ ഗിരീഷേട്ടൻ ഇങ്ങനെ വരുമ്പോ പറയും, ഇളയരാജ സാറുമായിട്ട് ചെയ്ത കണ്ടോ ആണുങ്ങൾ മ്യൂസിക് ചെയ്യുന്നത് നീ കേട്ടോ എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെയൊക്കെ രസകരമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോ പറഞ്ഞു വിദ്യാജിയായിട്ട് ഒരു പാട്ട് ചെയ്തിട്ടുണ്ടോ കേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് ചേട്ടാ? അപ്പൊ പറഞ്ഞു ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ, അങ്ങനെ പാടി. അപ്പൊ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ എന്ന് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഗിരീഷേട്ടാ, നമുക്ക് ഈ സിനിമയിൽ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സോങ് സിറ്റുവേഷനിൽ ഈ ലിറിക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കും, അതെനിക്ക് തരുമോ ചേട്ടാ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഒരു നിമിഷം ഒന്ന് മൗനമായിട്ട് പറഞ്ഞു, തരാം, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഈണം നിനക്ക് ചെയ്യാൻ പറ്റണം, ഒരൊറ്റ ചാൻസേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പെട്ടുപോയി. അപ്പൊ എന്തായാലും മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു ഈണത്തില് ഞാൻ പറഞ്ഞു ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു വ്യത്യാസമില്ല, റിയാക്ഷൻ ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത്രയും പോരാ, എന്തോ വരാനുണ്ട്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ സുഖത്തില് ജൂണിലെ നിലാമഴയിൽ നനഞ്ഞവളെ എന്ന് പറഞ്ഞു. ആ ശരി, നീ പാട്ടെടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഈ ജൂണിലെ നിലാമഴയിൽ എന്നുള്ളത്. അത് പിന്നെ ആദ്യം ഞാൻ പാടിയല്ലോ ഈണം, അത് തന്നെ വിദ്യാജി വേറൊരു സിനിമയ്ക്ക് വേണ്ടി, പട്ടാളം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. അപ്പൊ അതില് ഗിരീഷേട്ടൻ എഴുതി കൊടുത്തു. അങ്ങനെയാണ് ആ ബ്യൂട്ടിഫുൾ സോങ് ഉണ്ടായത്. പുലർമഴയിൽ ജാലകം, ആ പാട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചില കഥകളൊക്കെ ഇതിന്റെ അടിയൊഴുക്കുകളായിട്ട് ഉണ്ടായിട്ടുണ്ട്. പാട്ടിനെ കുറിച്ചുള്ള കഥകളും വളരെ രസകരമായിട്ട് ഇപ്പൊ ഇവിടെ പറയുന്ന പോലെ തന്നെയാണ് ഇതിൽ മനോഹരമായിട്ട് വിവരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കല്ലായിക്കടവത്തെ എന്നുള്ള പാട്ട് പറഞ്ഞല്ലോ, അതേ സിനിമയിൽ പലതരം പാട്ടുകളാണ് അതിൽ. കല്ലായിക്കടവത്തെ ഉണ്ട്, അതുപോലെ രാവിൻ പെരുമഴക്കാലം, അതുപോലെ തന്നെ ഒരു ചെന്താർമി ആ പാട്ടുണ്ട്. ആ പാട്ട് വേറൊരു വേറൊരു രീതിയിലുള്ള ഒരു പാട്ടാണ്. അപ്പൊ എന്നോട് ഇവിടെ വരുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു ഈ പാട്ടിനെ കുറിച്ച് ഒന്ന് ചോദിക്കണം, ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കല്ലായിക്കടവത്തെ ഉള്ള ഒരു കൾച്ചറൽ സെറ്റിംഗ് അല്ല ചെന്താർമിഴി എന്നുള്ളത്, അതൊരു അഗ്രഹാരത്തിൽ നടക്കുന്നതാണ്. ഇത് വേറൊരു തരം സമുദായത്തിൽ നടക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ട്യൂൺ കൊടുക്കുമ്പോൾ ഈ ഒരു സാംസ്കാരിക കാര്യങ്ങളും അവരുടെ സാംസ്കാരികമായിട്ടുള്ള പ്രത്യേകതകളും ഇതെല്ലാം ശ്രദ്ധിച്ച് പഠിച്ചിട്ടാണോ ഇത് ചെയ്യുക, അതോ അങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് വരികയാണോ രാഗങ്ങള്, അത് തീരുമാനിച്ചിട്ടാണോ? അതൊരു ഈ ചെന്താർമിഴി എന്ന് പറഞ്ഞ പാട്ട് എല്ലാവർക്കും അറിയാം, ഇഷ്ടപ്പെട്ട പാട്ടല്ലേ, ആണല്ലോ അല്ലേ? അപ്പോൾ ചെന്താർമിഴി നമ്മൾ ആ വിഷ്വൽസ് നമുക്കറിയാലോ. അത് കൽപ്പാത്തിയിലാണ്, അഗ്രഹാരത്തിലാണ്. അപ്പോൾ കൊച്ചിലെ മുതലേ എനിക്കൊരു വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്, തിരുവനന്തപുരത്ത് ഏത് സംഗീത കച്ചേരി നടന്നാലും അച്ഛൻ അവിടെ കൊണ്ടുപോകും. MD രാമനാഥൻ സാറിൻ്റെ, ശെമ്മൻകുടി ശ്രീനിവാസ അയ്യർ സാറിൻ്റെ, മഹാരാജപുരം സന്താനം, RK ശ്രീകണ്ഠൻ, എത്ര ഗ്രേറ്റ് ഡോയൻസിന്റെ കച്ചേരികളുണ്ട്. അപ്പൊ എൻ്റെ അച്ഛന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് വീട്ടില് ഇടയ്ക്കിടയ്ക്ക് ഒരു മൂളിപ്പാട്ട് അച്ഛൻ്റെതായിട്ടുണ്ടാവും. ഈ മൂളിപ്പാട്ട് എന്ന് പറയുന്നത് സിനിമാ പാട്ടുകളല്ല, മിക്കവാറും ഏതെങ്കിലും രാഗമായിരിക്കും. അപ്പൊ രാഗം എന്ന് പറയുമ്പോൾ അച്ഛന് വളരെ ആനന്ദം കൊടുക്കുന്ന രാഗങ്ങളാണ് ഇഷ്ടം. ആനന്ദ ഭൈരവി, നീലാംബരി, ഷഹാന, ദ്വിജാവന്തി, ഇത്തരം രാഗങ്ങളാണ് ഇഷ്ടം. അപ്പോൾ രാത്രിയൊക്കെ അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ആ ഗേറ്റ് വരെ ഒരു ചെറിയ ഒരു പാസേജാണ്. അപ്പോൾ അവിടെ നടക്കാൻ കുറച്ച് സമയം വേണം, ഒരു 2 മിനിറ്റ് എടുക്കും. അപ്പോൾ ഒരു രാഗം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആദ്യം ഈ രാഗങ്ങളുമായിട്ട് എനിക്ക് ബന്ധം വരണം. അച്ഛൻ ഇങ്ങനെ പാടുന്ന രാഗങ്ങൾ. അപ്പോൾ അതിനിടയ്ക്ക് അച്ഛൻ പാടും
എപ്പോഴും പാടും. ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ. അതെന്താ പാടുന്നത്? ഈ നീലാംബരി രാഗത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് അച്ഛൻ ഇന്ദുമുഖി എന്ന് പാടുന്നത്. അപ്പൊ ഞാൻ അച്ഛനോട് പിന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ ഇന്ദുമുഖി എന്ന് പറഞ്ഞൊരു പാട്ട് അത് ഏതാണെന്നുള്ളത്. അപ്പൊ അച്ഛനും അത് അറിഞ്ഞൂടാ. ഈ ഇന്ദുമുഖി എന്നുള്ള ആ ഭാഗത്തെ നീലാംബരിയുടെ ശീതള ഛായയാണ് ശരിക്കും അച്ഛനെ വളരെയധികം ഇഷ്ടപ്പെടുത്തിയത് എന്നുള്ളതാണ്. അപ്പൊ പിന്നെ പിൽക്കാലത്താണ് ഞാൻ അറിയുന്നത് ഇത് ഹർഷബാഷ്പം തൂക്കി എന്നുള്ള ചേട്ടന്റെ പാട്ടാണെന്നുള്ളത്. അപ്പോ ഈ ചെന്താർമണിയിലേക്ക് വരുമ്പോ അച്ഛൻ എപ്പോഴും ഷഹാന ചുണ്ടത്തുണ്ടാവും. ഇങ്ങനെ പാടും. അപ്പൊ ഷഹാന എം.ടി. രാമൻ സാറ്, ബേബി സാറിന് അറിയാം, ഗിരിപൈ എന്നുള്ള കൃതി, അതുപോലെ എത്രയോ കൃതികൾ മഹാന്മാരൊക്കെ പാടിയിട്ടുണ്ട്. വന്ദനമോ രഘുനന്ദന സേതു ബന്ധന മൃദുചന്ദന. അപ്പോ ഞാൻ വിചാരിച്ചു ഈ അഗ്രഹാരത്തിൽ അവിടെ ഉണ്ടാവേണ്ട പാട്ട് ഷഹാനയിൽ തന്നെ ആയിരിക്കും. സാധാരണയായ രീതിയിൽ ഞാൻ രാഗങ്ങൾ കണ്ടുകൊണ്ട് പാട്ടുകൾ ചെയ്യാറില്ല, പക്ഷെ ഇവിടെ അത് തന്നെ വേണം, ആ ഒരു കർണാട്ടിക് ശൈലിയിൽ തന്നെ ഉണ്ടാവണം. അപ്പൊ അങ്ങനെയാണ് അച്ഛൻ മൂളുന്ന പോലെ ഒന്ന് മൂളി നോക്കിയത്. അപ്പോ കരിപ്ര സാറ് കണ്ണൂഞ്ചലാടും മങ്കൈ മണി നീ മാർഗഴി തിങ്കളിൽ മടുമലർ തട്ടിലെ പൊന്മാനോ പാൽ കനവോ എൻ ജീവനിൽ ഒഴുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമാ. സ്വാമിയുടെ പാട്ട് നമുക്ക് ഓർക്കാം. ഷഹാനയില് നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, ഇതൊക്കെ ഷഹാന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാഗമാണ്. അപ്പൊ ആ രാഗം അല്ലെങ്കിൽ ഞാൻ ആ രാഗത്തിനെ പ്രണയിച്ചാണ് തീർച്ചയായിട്ടും ഈ ചെന്താരമിഴി എന്നുള്ള പാട്ടുണ്ടായത്. പാട്ടിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന ഏത് മേഖലയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർക്കും പ്രശസ്തർക്കും എല്ലാവർക്കും ആഗ്രഹം പാട്ടുകാരനാവണം, പാടാൻ കഴിയണമെന്നാണ്. ആരോട് ചോദിച്ചാലും പറയാ അടുത്ത ജന്മത്തിൽ പാടാൻ പറ്റണം, എന്ത് രസമായിട്ടാണ് പാടണം, എനിക്ക് പാടാം, അങ്ങനെ ഒരു ആഗ്രഹമാണ്. പക്ഷെ താങ്കൾക്ക് ചെറുപ്പത്തിൽ പാട്ടിന്റെ കൂടെ തന്നെ വേറൊരു പാഷൻ, ക്രിക്കറ്റ് എന്നിട്ടുള്ള ഒരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് കുട്ടിക്കാലത്ത് എങ്ങനെ ഏതൊരു കുട്ടിയെ പോലെയും അക്കാലത്ത് കേരളത്തിൽ വളർന്നിരുന്ന ഏതൊരു കുട്ടിയെ പോലെയും മട്ട ബാറ്റും ഇതൊക്കെ വെച്ചിട്ട് ഗ്രൗണ്ടിൽ എല്ലാ കുട്ടികളുടെ കൂടെയും ക്രിക്കറ്റ് കളിക്കുക, എന്നിട്ട് ക്രിക്കറ്റിനുള്ള ഭ്രാന്തായിട്ട് പരീക്ഷാ ഹാളിൽ നിന്ന് ഹാൾ ടിക്കറ്റ് മറന്നു വെച്ച് ഇറങ്ങിപ്പോരുക, ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴുള്ള ഒരു അനുഭൂതി, കപിൽ ദേവിന്റെ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ, അതുപോലെ റിച്ചാർഡ്സിനോടുള്ള ആരാധന, സുനിൽ ഗവാസ്കറിന്റെ ബാറ്റിങ്ങിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ അല്ലെ, ധ്യാനം, ഏകാഗ്രത, മനനം, ഇതൊക്കെ പഠിച്ച കാര്യങ്ങൾ, ഈ ക്രിക്കറ്റും ജീവിതത്തിലെ വലിയൊരു പാഷനാണ്. സംഗീതവും അതുപോലെയാണ്. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ ക്രിക്കറ്റ് ഉപേക്ഷിച്ചത്? ഒരു വിവിയൻ റിച്ചാർഡ്സിനെ കണ്ട സംഭവം, ഇതൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ. ബേബി സാറിന് തീർച്ചയായിട്ടും അറിയായിരിക്കും, ഫ്ലൂട്ട് മഹാലിംഗം മാലി, അദ്ദേഹം ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. കച്ചേരികൾക്ക് അദ്ദേഹത്തെ ഈ ക്രിക്കറ്റ് ഫീൽഡിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകേണ്ടി വരുന്ന അവസരങ്ങളായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ ഉണ്ണികൃഷ്ണൻ ക്രിക്കറ്ററാണ്. അപ്പോൾ ഞാൻ ചെറുതിലെ ഞാൻ സ്വപ്നം കണ്ടു, അതായത് ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ഒരു വലിയൊരു ക്രിക്കറ്റർ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അച്ഛനാണെങ്കിൽ ക്രിക്കറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ക്രിക്കറ്റ് എന്നുള്ള ഒരു പദം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കരുത് എന്ന് അലിഖിതമായിട്ടുള്ള ഒരു നിയമവും അക്കാലത്തുണ്ടായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിലായതുകൊണ്ട്. എന്നാലും ക്രിക്കറ്റ് കളിക്കാൻ പോയേ പറ്റും, എനിക്ക് അതില്ലാതെ ഒരു ജീവിതമില്ല, ഇല്ല ക്രിക്കറ്റ് ഇല്ലെങ്കിൽ ഒരു ജീവിതമില്ല എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ കാഴ്ചപ്പാട്. അപ്പോ ഞാൻ ആലോചിക്കും, അച്ഛൻ രാവിലെ അവിടെ ഇരിക്കുന്ന ആ ഷെൽഫിന്റെ അപ്പുറത്തിരുന്ന് അച്ഛൻ ചായ കുടിക്കുമ്പോൾ ഞാൻ ഓർക്കും,
എത്ര മാൻ ഓഫ് ദ മാച്ച് അവാർഡ് ഇരിക്കേണ്ട ഒരു ഷെൽഫാണ്. അതിൻ്റെ കീഴിലാണല്ലോ അച്ഛൻ ഇരിക്കുന്നത്. അച്ഛൻ നഷ്ടപ്പെടുന്നത് ഇന്ത്യയുടെ ഒരു വലിയൊരു കളിക്കാരനെയാണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് മണ്ടത്തരത്തില്. അപ്പോ അങ്ങനെ ഇപ്പോ മിനിഞ്ഞാന്നും ഇപ്പോഴും ക്രിക്കറ്റ് പ്രാന്തുണ്ട്. മിനിഞ്ഞാന്നും രോഹിത് ശർമ്മ ഇനി ഇന്ത്യൻ ടീമിൽ വേണമോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു വലിയൊരു പോസ്റ്റ് കണ്ടപ്പോ ഞാനൊരു പ്രബന്ധം തന്നെ അതിന്റെ താഴെ കാച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് ഇഷ്ടം. ഇപ്പോഴും എനിക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റ് എല്ലാ മാച്ചസും മഴ മുടങ്ങിയ അതല്ലാതെ ബാക്കി എല്ലാ ദിവസങ്ങളും ഫുൾ ടൈം ഇരുന്ന് ഞാനത് കണ്ടിട്ടുണ്ട്. പല റെക്കോർഡിങ്ങുകളും മാറ്റി വെച്ചിട്ടുണ്ട്, പല ഇടങ്ങളിലും പോകേണ്ടത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് എന്റെ ക്രിക്കറ്റ് പ്രാന്തം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തില് ക്രിക്കറ്റും ഇപ്പൊ ഹരി മുന്നിലുണ്ടല്ലോ, ഹരി ഒരു നല്ലൊരു ക്രിക്കറ്ററാണ്, നല്ല ക്രിക്കറ്റ് പ്ലെയറാണ്. അപ്പോൾ ഒരുപാട് സംഗീതജ്ഞർക്ക് ക്രിക്കറ്റുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ക്രിക്കറ്റ് തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ ബ്ലഡിൽ ഒഴുകുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ നേരത്തെ ദേവാങ്കണങ്ങൾ പാടാത്തത് നന്നായി എന്ന് പറഞ്ഞ പോലെ ഞാൻ ക്രിക്കറ്റർ ആവാത്തത് ഇന്ത്യക്ക് എന്തായാലും നന്നായി എന്നുള്ള അഭിപ്രായം ഇപ്പൊ ഒരിക്കൽ കൂടി പറയാൻ സ്ട്രെസ് ചെയ്തത്. SPB കൊണ്ടൊരു തെലുങ്ക് പാട്ടാണ് ഷിക്കാറിന് വേണ്ടി പാടിക്കുന്നത്. അപ്പൊ SPB ആയിട്ട് ഉള്ള ഓർമ്മകളൊന്നും കടിൻസു പ്രതി കണ്ണിൻസു എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അത് കമ്പോസ് ചെയ്തപ്പോൾ ഞാൻ ഡയറക്ടറോട് പറഞ്ഞു നമുക്ക് ഇത് SPB സാറിനെ കൊണ്ട് പാടിപ്പിക്കാം. അപ്പൊ അങ്ങനെ SPB സാറിന്റെ മാനേജറുമായിട്ട് സംസാരിച്ചു, അദ്ദേഹം വരാമെന്ന് ഏറ്റു. അപ്പോൾ ഈ റെക്കോർഡിങ്ങിന് തലേ ദിവസം ആ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു SPB സാറിന് ഈ പാട്ട് കേൾക്കണം, പാട്ട് കേട്ടിട്ട് തീരുമാനിക്കും ഈ പാട്ട് പാടണോ വേണ്ടയോ. അപ്പോ നമുക്ക് അറിവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സന്ദർഭമാണത്. അപ്പോൾ ഞാൻ കരുതി യേശുദാസ് സാർ എത്രയോ പാട്ട് പാടിയിരിക്കുന്നു, സാർ ഒരിക്കലും ആ പാട്ട് കേട്ടിട്ടേ പാടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഹരിഹരൻ സാർ പാടിയിട്ടുണ്ട്, ശങ്കർ മഹാദേവൻ ജി പാടിയിട്ടുണ്ട്, വാണി ജയറാം അമ്മ പാടിയിട്ടുണ്ട്, സുശീലമ്മ പാടിയിട്ടുണ്ട്, എത്രയോ വലിയ പാട്ടുകാർ പാടിയിട്ടുണ്ട്. പക്ഷെ ആരും ഈ പാട്ട് കേട്ടാലേ നാളെ റെക്കോർഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ SPB സാറിനെ വിളിക്കണോ എന്ന് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ഓർക്കസ്ട്ര മാനേജർ വിൻസെന്റിനോട് പറഞ്ഞു എന്നാ പിന്നെ SPB സാർ വേണ്ട. അപ്പോൾ വിൻസെന്റൻ പറഞ്ഞു അങ്ങനെയല്ല അങ്ങനെയല്ല, അങ്ങനെ വേണ്ട, നമുക്ക് എന്തായാലും തീരുമാനിച്ചല്ലേ, നമുക്ക് അദ്ദേഹം തന്നെ പാടട്ടെ, ഇങ്ങനെയുള്ള ഈഗോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ദിവസം സ്റ്റുഡിയോയിൽ വന്നു. അപ്പൊ തന്നെ ഞാൻ താഴെ പോയി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത് നേരിട്ട്. അദ്ദേഹം എൻ്റെ കഴുത്തിലൂടെ ഇങ്ങനെ ഒരു കൂട്ടുകാരനെ പോലെ ഇങ്ങനെ കൈയിട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ജയചന്ദ്രൻ, ഐ ഹവ് ഹേർഡ് സം ഓഫ് യുവർ സോങ്സ്, നൈസ് വൺസ്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി മേളിലോട്ട് വന്നു. അപ്പോൾ അവിടെ ഒരു സാധാരണ ചെരുപ്പുകളൊക്കെ വെക്കുന്ന ഒരു റാക്കുണ്ട്. അപ്പൊ ഞാനൊക്കെ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ഈ റാക്കിലോട്ട് ഈ കാല് കൊണ്ടൊന്ന് കുടഞ്ഞ് ആ ചെരുപ്പ് അങ്ങോട്ട് വീഴ്ത്തുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇങ്ങനെ എടുത്തു വെക്കുന്നില്ല. ഈ 20,000 പാട്ട് പാടിക്കുന്ന SPB സാർ അവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ ചെരുപ്പുകൾ ഇങ്ങനെ കൈകൊണ്ട് എടുത്ത് കൃത്യമായ ഒരു ഇടത്തിൽ വെച്ചു. അപ്പൊ തന്നെ എനിക്ക് തോന്നി അദ്ദേഹം പറയാണ് ദിസ് ഇസ് ഡിസിപ്ലിൻ, ഇതാണ് ഒരു മ്യൂസീഷ്യന് വേണ്ട ഡിസിപ്ലിൻ എന്ന് അദ്ദേഹം പറയാതെ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും അദ്ദേഹം എന്നോട് പറഞ്ഞു, ജയചന്ദ്രൻ, എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നലെ നിങ്ങളുടെ പാട്ട് കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്തെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒരു വിചാരമുണ്ട് SPB എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള പാട്ടും ഏത് റേഞ്ചിലുള്ള പാട്ടും എങ്ങനെയും പാടും എന്നുള്ള ഒരു വിചാരമുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ഒരു പാട്ടുകാരനാണ്. എനിക്ക് ഈ പാട്ട് പാടാൻ പറ്റുമോ ഇല്ലയോ, അതിന്റെ റേഞ്ച് എനിക്ക് എത്താൻ പറ്റുമോ, നിങ്ങളുടെ പാട്ട് വേണ്ട രീതിയിൽ അത് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ എനിക്ക് പാടാൻ പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പാട്ട് ഞാൻ ചോദിച്ചത്, അല്ലാതെ അത് ഇവാലുവേറ്റ് ചെയ്യാനല്ല. ഞാൻ ചോദിക്കാതെ തന്നെ അദ്ദേഹം പറയാണ്. പിന്നെ ഞാൻ രാത്രി 1 മണിക്കാണ് എൻ്റെ ഒരു കോൺസേർട്ട് കഴിഞ്ഞ് വന്നത്. രാവിലെ 3:30 വരെ ഞാൻ ഇരുന്നിട്ട് ഈ പാട്ട് പഠിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇപ്പൊ തന്നെ അത് റെക്കോർഡ് ചെയ്യാൻ. അപ്പൊ ആ സമയത്ത് എനിക്ക് വേറെ ഒന്നും തോന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കാലിൽ വീണ് നമസ്കരിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ അറിവില്ലായ്മ ഞാൻ ഒരിക്കൽ കൂടി തിരിച്ചറിയുന്നു, അങ്ങ് എനിക്ക് ഗുരുനാഥനാണ്. അങ്ങ് ഇപ്പൊ പഠിപ്പിച്ച ഈ പാഠം ഒരു കലാകാരന് ഈഗോ പാടില്ല എന്നും മുൻവിധി പാടില്ലെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഥനം എൻ്റെ മനസ്സിൽ, ഈ ശരിയുടെയും തെറ്റിന്റെയും ഒരു മഥനമുണ്ട്. മ്യൂസീഷ്യന് അത് എപ്പോഴും വളരെയധികം
ആവശ്യമാണെന്ന് തോന്നുന്നു. കാരണം നാച്ചുറലായിട്ടാണ് മ്യൂസിക് വരേണ്ടത്. ഇപ്പോൾ നാച്ചുറലായിട്ട് വരുന്ന മ്യൂസിക് ആണ് കാലത്തിനൊപ്പുറം ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന മ്യൂസിക്കാണ് SPB സാറിൻ്റെ പാടിക്കൊണ്ടേയിരിക്കുന്നത്. അതുപോലെ നമ്മൾ കുറേ ഇത് കേട്ടിട്ടുണ്ട്, സംഗീതം കൊണ്ട് ആത്മഹത്യയിൽ നിന്ന് ഒഴിവായി പോയത്, ഒരു പാട്ട് കേട്ടിട്ട് ജീവിക്കാൻ തോന്നിയ കാര്യങ്ങളൊക്കെ. ഇതിലും അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ അരുള് അൻപ് അനുകമ്പ മൂന്നിനും പൊരുൾ ഒന്നാണ് എന്ന് പറയുന്നുണ്ട് അനുകമ്പ ദശകത്തിൽ ശ്രീനാരായണ ഗുരു. അരുളുള്ളവനാകുക എപ്പോഴും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. അതുപോലെ ഒരു ആരാധകൻ, MJയുടെ സംഗീതത്തിൻ്റെ ഒരു ആരാധകൻ ഒരു കാലങ്ങൾക്ക് ശേഷം ചെവിയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം വന്ന് വീഴുകയാണ്, എവിടെയോ അപകടത്തിൽപ്പെട്ടിട്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു അവസരം കിട്ടി. സംഗീതത്തിലൂടെയാണ് അത് നടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ച് വളരെ ചുരുക്കി ഈ ഒരു ചോദ്യം കൂടി കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് ഒരു ഇന്ററാക്ഷൻ, 1-2 ചോദ്യങ്ങളും കൂടി ഉണ്ടാവും. ശരിക്കും ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഈ പുസ്തകത്തിലാണുള്ളത്. ഞാനത് പറഞ്ഞാലും അത് പറഞ്ഞു പരിപ്പിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഇത് വായിച്ചാൽ മാത്രമാണ് അത് മനസ്സിലാവണേ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രദീപ് എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു പാട്ട് പാടാനായിട്ട് വന്നതാണ്. കുറേ വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു കോൾ വരുന്നു. ആ കോൾ വരുമ്പോഴത്തേക്കും അദ്ദേഹം പറയുന്നത് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ പെട്ടിരിക്കുകയാണ്, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ജേട്ടൻ എന്നെ രക്ഷിക്കണം എന്നാണ്. അപ്പൊ ആ സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ എനിക്ക് ആരെയും പരിചയമില്ല. ഒരുപാട് പേരെ വിളിക്കുകയും കുറേ ദിവസങ്ങൾ ഞാൻ ട്രൈ ചെയ്ത് അവസാനം ഒരു വഴിയിലൂടെ പ്രദീപ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അതൊരു അഡ്വഞ്ചർ ഒരു സ്റ്റോറി പോലെയാണ്. അപ്പൊ അത് ഈ പുസ്തകത്തിനകത്ത് വേറൊരു കാര്യം ഏറ്റവും എന്നെ ആകർഷിച്ചത്, ഈ സംഗീതത്തിന് ഭാഷയോ അതിർവരമ്പുകളോ ഇല്ല എന്ന് കാണിക്കുന്ന ആ പാട്ട്. ഒരു പാകിസ്ഥാനി ഒരു ക്യൂവിൽ നിന്ന് പാടുന്നു, അതിന്റെ ബാക്കി MJ പാടുന്നു. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ട് എനിക്ക് തോന്നി. ആ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് സദസ്സിലേക്ക് പോകാം. ദുബായിൽ ഒരു ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമ്മൾ എമിഗ്രേഷൻ്റെ അവിടെ പോകുമ്പോഴത്തേക്കും ഒരു വലിയ ക്യൂ ഉണ്ടാവും. അപ്പൊ അതില് എന്റെ തൊട്ട് മുമ്പേ ഒരു ജുബയൊക്കെ ഇട്ട് നല്ല താടിയും മീശയൊക്കെ ഉള്ള ഒരാളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പൊക്കത്തിൽ നോക്കുന്നത്, അദ്ദേഹം പൊക്കത്തിൽ നിന്നാണ് എന്നെ നോക്കണമെന്ന് പറയാൻ പറ്റുമോ, അത്രയും പൊക്കമുള്ള ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് മറ്റോ ആണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന്, നോർത്ത് ഇന്ത്യയിൽ നിന്നാണോ എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതിനിടയിൽ ഇദ്ദേഹം ചില പാട്ടുകൾ പാടുന്നുണ്ട്. ക്യൂ പതുക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മുടെ അറബി ചേട്ടന്മാരൊക്കെ ഈ പാട്ട് പാടിയതുകൊണ്ട് ഇദ്ദേഹത്തിന് അകത്ത് പിടിച്ച് വെല്ലിടുവോ എന്നുള്ള രീതിയിലുള്ള ഒരു ഉച്ചത്തിലാണ് ഈ പാട്ടുകളൊക്കെ പാടുന്നത്. ഇപ്പം മുഹമ്മദ് റഫീ സാറിന്റെ പാട്ട് പാടുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഗുലാം അലി സാറിന്റെ ഒരു ഗസൽ പാടുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പാടി യേശുദാസ് സാർ പാടിയ പാട്ടാണ് ചിപ്ചോർ എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ എനിക്ക് അത്ഭുതമായി, ഇദ്ദേഹം നമ്മുടെ ദാസാറിന്റെ പാട്ട് പാടുന്നു, പിന്നെ പാടുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇദ്ദേഹം എവിടെ നിന്നാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ലാഹോറിൽ നിന്നാണ്. അപ്പൊ ഒരു ലാഹോറിൽ നിന്നുള്ള ഒരാള് നമ്മുടെ യേശുദാസ് സാറിന്റെ ഒരു പാട്ട് പാടാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. മ്യൂസിക് എന്ന് പറയുന്നത് എല്ലാവരെയും അടുപ്പിക്കുന്ന കാര്യമാണ്, അടുപ്പിക്കുന്നതല്ല അടുപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ അപ്പൊ എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ കൂടെ കൂടണം. അപ്പൊ അപ്പൊ ഞാൻ പാടി സുരമിലാലേ, നമ്മൾ സ്വരങ്ങൾ ചേർക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു സംഗകാലേ, ഒന്നിച്ചു പാടാം. तो जिंदगी हो जाए सफल, അങ്ങനെയാണെങ്കിൽ ഈ ജീവിതം സഫലമായി എന്നാണ്. അത്രയും പറഞ്ഞപ്പോഴത്തേക്കും അവിടെ എമിഗ്രേഷനിലുള്ള അറബി ചേട്ടൻ അദ്ദേഹത്തെ വിളിച്ചു, കം നെക്സ്റ്റ് യു എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ അവിടെ പോയി അദ്ദേഹം നിൽക്കുന്ന സമയത്ത് എന്നെ വേറൊരു അറബി ചേട്ടൻ വേറൊരു സൈഡിലേക്ക് വിളിച്ച് ഞാൻ ആ കൗണ്ടറിലേക്ക് പോയി. അതിനുശേഷം ഈ ലാഹോർ പട്ടാണിയെ ഒരിക്കലും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു വളരെ രസകരമായ ഒരു അനുഭവം അല്ലെങ്കിൽ അനുഭൂതി ശരിക്കും സംഗീതത്തിലൂടെ എല്ലാവരെയും, ഈ മ്യൂസിക് യൂണിവേഴ്സൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ള മാത്രമല്ല സംഗീതം, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സംഗീതം. സംഗീതത്തിലൂടെ നമ്മൾ കൊണ്ടുവരുന്ന സമാധാനമാണ്, സ്നേഹമാണ്, നന്മയാണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു തന്ന ഒരു അനുഭവം. തീർച്ചയായും.
അങ്ങനെ എല്ലാ സ്വരങ്ങളും ഒന്നാവുന്നിടത്ത് നമുക്ക് ആ ഒരു നോട്ടിൽ ഇവിടെ നിർത്തി സദസ്യരിലേക്ക് പോവാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ വളരെ ചുരുക്കി. ചേട്ടൻ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് ബാബുക്കയുടെ പാട്ടുകളെ കുറിച്ചിട്ട്. അദ്ദേഹം സിന്ധു ഭൈരവിയില് ഗംഭീരമായി പാടിയെന്നൊക്കെ, സിന്ധു ഭൈരവി രാഗത്തില് ഗംഭീരമായി പാടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ആ രാഗത്തെ കുറിച്ച് ചിന്തിച്ചിട്ടും കൂടി ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ മലയാള സിനിമയിലെ പാട്ടുകളിൽ ചില പാട്ടുകളിൽ രാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ചിലതിൽ പല രാഗങ്ങൾ കൂടിച്ചേർന്ന് വരുന്നുണ്ട്, ചിലതിൽ രാഗങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാം. അതേപോലെ തന്നെ ഈ വരികൾക്കൊപ്പം തന്നെ ഞാൻ ഇത് പറഞ്ഞോട്ടെ. ഓക്കെ. ഞാൻ ദേവരാജ മാസ്റ്റർ എന്നോട് പറഞ്ഞ ഒരു കാര്യം പറയാം. കേൾക്കൂ മകനെ. അതായത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ആ ചോദ്യത്തിന് എനിക്ക് കിട്ടിയ ഉത്തരം ഇവിടെ പറയാം. എൻ്റെ ഗുരുനാഥനാണല്ലോ. അപ്പോൾ മാസ്റ്റർ ഈ രാഗങ്ങൾ ബേസ് ചെയ്ത് ആദ്യമേ ഒരു രാഗം എടുത്തിട്ടാണോ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, ഒരിക്കലും എൻ്റെ മനസ്സിൽ ഞാൻ രാഗങ്ങൾ ആദ്യമേ തീരുമാനിച്ചുകൊണ്ട് ഒരു മുൻവിധിയോടുകൂടി ഒരു പാട്ടും ചെയ്തിട്ടില്ല. അതിങ്ങനെ ചെയ്തു പോകുമ്പോൾ ചില രാഗങ്ങളുടെ ഛായകൾ വരികയാണെങ്കിൽ അത് വന്നോട്ടെ എന്ന് വിചാരിക്കും, അത് മാറ്റി വെക്കേണ്ട, അതിന് ക്രിമിനൽ കേസൊന്നുമില്ല. അപ്പോൾ എന്താണ് ഇപ്പൊ സാമ്യം അകന്നൊരു ഉദ്യാനമേ എല്ലാവരും പറയും അത് ദേവരാം മാസ്റ്റർ ഹരഹര പ്രിയ രാഗത്തിൽ ചെയ്തിരിക്കുന്നു പറയും. അപ്പൊ ഞാൻ മാസ്റ്ററോട്, അപ്പൊ മാസ്റ്റർ പറഞ്ഞത് ഹരഹര പ്രിയയുടെ ഛായകളുണ്ട്, അത് ഞാൻ ഹരഹര പ്രിയയിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ചതല്ല എന്ന് മാസ്റ്റർ പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ഇതെല്ലാം സംഭവിപ്പിക്കുന്നതല്ല. രാഗം എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ്. ചില സമയത്ത് ആ ഫോർമുലയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അരി വെന്ത് വരും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ആ ഫോർമുല പക്ഷേ നമ്മൾ കേട്ട് ഒരു രാഗത്തിന്റെ ഛായകൾ പല സംഗീത സംവിധായകർ ഉപയോഗിച്ച് ആ രാഗത്തിന്റെ ഭാവങ്ങളെല്ലാം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞ പോലെയാണ്. ലിറിക്സ് പോലെ തന്നെ വരികൾ പോലെ തന്നെ രാഗങ്ങളും ചില ഭാവങ്ങളെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഒരു റിക്വസ്റ്റ് ആണ്. എന്ന് നിന്റെ മൊയ്തീനിലെ കാത്തിരുന്നു അതൊന്ന് ഒരു 4 വരി ചൊല്ലിപ്പാടുത്തരുമോ? അതായത് നേരത്തെ പാടിയിരുന്നത് അതായിരുന്നു. അപ്പൊ സഹോദരി ഇല്ലായിരുന്നു അല്ലേ? ഇപ്പോഴാണ് വന്ന്. Why are you late to the class? ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ സഹോദരിക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ. കാത്തിരുന്ന പുഴമേലിന്ന് കടവൊഴിഞ്ഞ് കാലവും കടന്നു പോയി വേനലിന്തലങ്ങൾ പോയി വളതളൂർന്നു പോയി. ഇന്നലെ എൻ്റെ നെഞ്ചില് കുഞ്ഞു മൺവിളക്കുതിയില്ല, കാറ്റിൻ മൺവിളക്കുതിയില്ല, കൂരിരുൾ കാലിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്ക് നിന്നില്ല. ഇത് നല്ല രസമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ പോയതിൽ ബാലേട്ടന്റെ സങ്കടമാണ് ഈ പാട്ടിൽ. നമ്മളെല്ലാം കൈയടിച്ചുകൊണ്ട് അതിനെ ഒരു ആഘോഷമാക്കണം. ഒരു കച്ചേരി ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നു, റഹീമേ ഒരു കച്ചേരി പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു നോട്ടീസ് വന്നു. ആ നോട്ടീസിൽ കച്ചേരിയാണ്, ക്ലാസിക്കൽ കച്ചേരിയാണ്. അപ്പോൾ ഭയങ്കര ജനം. അപ്പൊ ഇന്നലെ എൻ്റെ നെഞ്ചിലെ പാടണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമൊക്കെ നോക്കി. അപ്പൊ മെയിനായിട്ടുള്ള കൃതികളൊക്കെ പാടി കഴിഞ്ഞു. ശരി, ഇന്നലെ എൻ്റെ നെഞ്ചിൽ പാടണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ മൃദംഗം വായിച്ച മാവലിക്കർ രാജു സാർ പറഞ്ഞു, പാടണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും പാടാതെ പിന്നെയും ഒരു നോട്ടീസ്, ചെറിയ തുണ്ട് പേപ്പർ വന്നു. ഇന്നലെ എൻ്റെ നെഞ്ചിലെ പാടാതെ ഇവിടുന്ന് പോകാൻ പറ്റും എന്ന് കരുതണ്ട. അപ്പൊ പിന്നെ അവസാനം പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ അത്രയും സ്പീഡായിട്ട് സന്തോഷമായിട്ട് കൂരിരുൾ കാവിന്റെ മുറ്റത്തെ മുല്ല പോലെ ഒറ്റയ്ക്ക് നിന്നതൊക്കെ വളരെ സ്പീഡായി പോയി. അങ്ങനെ ഒരു ഓർമ്മയില്ല. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയിൽ, കാറ്റൻ മൺവിളക്കുതിയിൽ, കൂരിരുൾ കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ല, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ല. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ, കാറ്റൻ മൺവിളക്കുതിയില്ലേ,
കുരിരുൾക്കാവിന്റെ മുത്തത്തെ മുല്ല പോലെ ഒറ്റയ്ക്കു നിന്നില്ലേ ഞാനിന്ന് ഒറ്റയ്ക്കു നിന്നില്ലേ. താങ്ക് യു സോ മച്ച്.